CMRL എക്സോലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകൾ ഉൾപ്പെടെ ഇഡി നടത്തുന്ന റെയ്ഡ് നഗ്നമായ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ്. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഈ അപ്രതീക്ഷിത റെയ്ഡ് നടക്കുന്നതെന്നും പിണറായി വിജയൻ തീയിൽ കുരുത്ത നേതാവാണെന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് എന്ന് പറയുന്നത് നഗ്നമായ രാഷ്ട്രീയ വേട്ടയാടലാണ്. കോൺഗ്രസും BJPയും കൂടി നടത്തുന്ന ഒത്തുകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം ഈ റെയ്ഡിനെ കാണാൻ വേണ്ടി. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുന്നു. അതിനു മുമ്പ് ഹൈക്കമാൻഡ് നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ വേട്ടയാടുന്നില്ല, അദ്ദേഹത്തിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നില്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒത്തുകളി ദൃശ്യമായിരുന്നു. ആ ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ള ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഒരു ഉപകാര സ്മരണയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. കേജ്രിവാൾ എന്നുള്ള ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തീഹാറിലടയ്ക്കാൻ വേണ്ടി എങ്ങനെയാണോ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചത്, ഗൂഢാലോചന ചെയ്തത്, അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് കേരളത്തിൽ അരങ്ങേറുന്നത്. പിണറായി വിജയൻ എന്നുള്ള നേതാവ് യഥാർത്ഥത്തിൽ തീയിൽ കുരുത്ത് അഗ്നിബാധയിലൂടെ മുന്നേറിയ ഒരു നേതാവാണ്. ഇതുപോലുള്ള ഒരുപാട് വേട്ടയാടലുകൾ കോൺഗ്രസും BJPയും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ മർദ്ദിച്ച് ഇഞ്ചപ്പരുവത്തിലാക്കി അവിടെ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ തന്നെ കേരളത്തിലെ CPMനെ നയിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ വേട്ടയാടി. അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കാത്ത കഥകളില്ല. CBI കേസുകൊണ്ട് അദ്ദേഹത്തിനെ വേട്ടയാടാൻ ശ്രമിച്ചു. എല്ലാ കോടതികളും ചവറ്റുകൊട്ടയിലെറിഞ്ഞ ലാവലിംഗ് കേസിന്റെ ഒരു ദൃഷ്ടാന്തം കൂടി നമ്മൾ ഓർക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ വേട്ടയാടല് എന്ന് പറയുന്നത് പിണറായി വിജയനെയോ CPMനെയോ തളർത്താൻ വേണ്ടിയാണെങ്കിൽ അത് കോൺഗ്രസിന്റെയും BJPയുടെയും വ്യാമോഹം മാത്രമാണ്. എല്ലാ ഇച്ഛാശക്തിയോടുകൂടിയും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇടതുപക്ഷവും ശക്തിയുക്തം ഇതിനെ പ്രതിരോധിക്കും, ജനങ്ങളെ അണിനിരത്തും. ഇമാതിരി കള്ളക്കളികൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ റെയ്ഡിന്റെ പിന്നിലുള്ള യഥാർത്ഥ യജമാനന്മാരായ കോൺഗ്രസും BJPയും മനസ്സിലാക്കുന്നത് നന്ദി. തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികളിൽ ഒരേ സമയം ED സംഘം പരിശോധന നടത്തുന്നതിനിടെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളാണ് ജോൺ ബ്രിട്ടാസ് MP ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് നഗ്നമായ രാഷ്ട്രീയ വേട്ടയാണെന്ന് ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി. കോൺഗ്രസും BJPയും കൂടി നടക്കുന്ന ഒത്തുകളിയുടെ ഭാഗമാണിത്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ദില്ലിയിലെത്തിയിരുന്നു. അതിനു മുൻപ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ വന്നത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നു. ഈ ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ള ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. കോടതിയാണ് ഇന്നലെ ആ കേസ് തള്ളിയത്. അപ്പോൾ സ്വാഭാവികമായി ഇഡിക്ക് തുടർ നടപടി സ്വീകരിക്കണ്ടേ? അതല്ലേ രീതി? അതായത് 1,70,70,00,000 രൂപ ബാങ്കിലൂടെ നീതമായ മാർഗത്തിലൂടെ നികുതി അടച്ച് ഒരു ബിസിനസിന്റെ ഭാഗമായി വാങ്ങിയതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. എത്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്? ഇൻകം ടാക്സ് മുതൽ SFIO മുതൽ രജിസ്ട്രാർ മുതൽ ED മുതൽ 4 ഏജൻസികൾ. എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, ഇവരെന്തുകൊണ്ട് ഇനി FBI-യെയും മൊസാദിനെയും ഒക്കെ രംഗത്തിറക്കിക്കൂടാ ഈ വീണ വിജയനെതിരെ? യഥാർത്ഥത്തിൽ ഈ CMRLന്റെ സാക്ഷിമൊഴി വന്നപ്പോൾ, അവരുടെ രേഖകൾ വന്നപ്പോൾ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ലിക്വിഡ് ക്യാഷ് മേടിച്ച 2 പേർ ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് കണക്കിൽപ്പെടാത്ത പണം വാങ്ങിയെന്ന് CMRL വ്യക്തമാക്കിയ 2 പേരല്ലേ? ഒരു ചെറുവിരൽ ഈ EDയോ ഇൻകം ടാക്സോ അവർക്കെതിരെ അനക്കിയോ? യഥാർത്ഥത്തിൽ ആദ്യം, അതായത് ഇന്ത്യയിലെ ക്യാഷ് കൊടുക്കുന്നതിനൊരു കണക്കുണ്ട്. ഇത്ര രൂപയെ കൊടുക്കാൻ പാടുള്ളൂ. 20,000 രൂപയ്ക്ക് മേലുണ്ടെങ്കിൽ അത് രേഖാമൂലമായിരിക്കണം. നോക്കുക, 15 ലക്ഷം 20 ലക്ഷം വാങ്ങിയവർ സമ്മതിക്കുന്നു, കൊടുത്തവർ സമ്മതിക്കുന്നു. എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? അതേസമയം നീതമായ നിയമാനുസൃതമായിട്ടുള്ള ഒരു ബിസിനസിന്റെ ഭാഗമായി നികുതി അടച്ചു വാങ്ങിയെന്ന് ആ വനിത ചെറുപ്പക്കാരി പറഞ്ഞു. അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. 2019 മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിക്കട്ടെ. അതായത് സഖാവ് പിണറായി വിജയനെ പോലുള്ള
വളരെയധികം ബഹുമാനം ആർജിക്കുന്ന ഒരു വ്യക്തിയെ കളങ്കപ്പെടുത്തി അപമാനിച്ച് ടാർഗറ്റ് ചെയ്ത് ഇതുപോലുള്ള മാധ്യമങ്ങൾക്ക് ഇന്നലെ തന്നെ ചോർത്തി കൊടുത്ത് കുറ്റപത്രം ആരുടെ കൈ കിട്ടാൻ അർഹതയുള്ളത്? കുറ്റപത്രം ഇങ്ങനെ മാധ്യമങ്ങളുടെ കൈ കിട്ടി? കുറ്റപത്രം കിട്ടാൻ അർഹതയുള്ളവരാരാണ്? അതായത് വാദി, പ്രതി ഇവരൊക്കെയല്ലേ, കംപ്ലൈനന്റ് ഒക്കെയല്ലേ? എങ്ങനെ കുറ്റപത്രം ചോർന്നു? എങ്ങനെ ഇന്നത്തെ റെയ്ഡിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പറഞ്ഞു കിട്ടി? എല്ലാ തരത്തിലുള്ള നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ടുള്ളതാണ് നടക്കുന്നത്. ഏത് അന്വേഷണം ഇവിടെ ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടക്കുന്നു. കേരളത്തിലെ മഹത്തായിട്ടുള്ള പ്രസ്ഥാനമാണ് സിപിഎമ്മിന് ഈ റെയ്ഡ് തടയണമെന്നുമല്ലോ ആഗ്രഹമുണ്ടോ? നടക്കട്ടെ. എന്ത് ചോദ്യങ്ങൾ അവർ ചോദിക്കട്ടെ, എന്ത് കടലാസുകൾ അവർ ആകട്ടെ, അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കട്ടെ, അതിനൊന്നും ഞങ്ങൾ തടസ്സമല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതായത് രാജ്യത്ത് ഇ ഡി കേസുകളിൽ 1% പോലും കൺവിക്ഷൻ ഇല്ല. 1% പോലും. പാർലമെന്റിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയുണ്ട്. 99% കേസുകളും വ്യാജമായി കെട്ടിച്ചമച്ച കേസുകളാണ്. ഡൽഹി ഹൈക്കോടതി കേജ്രിവാളിന്റെ കേസ് വന്നപ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. കേസ് എന്ന് പറയുന്ന അപസർപ്പക കഥയല്ല, നിങ്ങളുടെ ഭാവനയല്ല, വസ്തുതാപരമായിട്ട് വേണമെന്ന് കേജ്രിവാളിന്റെ കേസിൽ ഡൽഹി ഹൈക്കോടതി വിധി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പിണറായി വിജയൻ ഒരുപാട് കാലമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ന് കേരളം ഭരിക്കുന്ന കോൺഗ്രസുകാരുടെ നേതാവല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്? അവിടെ നിന്ന് അദ്ദേഹം ഉദിച്ചുയർന്നില്ലേ? അതിനുശേഷം ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ മകള് കേൾക്കുക, മുഖ്യമന്ത്രിയുടെ മകള് നിയമാനുസൃതമായിട്ട് ഇക്കാര്യത്തിൽ ചെയ്യേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കും. അതിനാരും തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ചോദിച്ചൊരു ചോദ്യത്തോട് നിങ്ങൾ പ്രതികരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിക്കണം. CMRL എന്ന് പറയുന്ന ഒരു സ്ഥാപനം ലിക്വിഡ് ക്യാഷ് ലക്ഷക്കണക്കിന് രൂപ നൽകിയ 2 രാഷ്ട്രീയ നേതാക്കൾ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം അല്ല, അന്ന് ആ ആരോപണം ഉയർന്ന സമയത്തുണ്ടായിരുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. എന്തുകൊണ്ട് അത് അന്വേഷിച്ചില്ല? കേന്ദ്ര ഏജൻസികളല്ലേ അന്വേഷണം ഏറ്റെടുത്തത്? സംസ്ഥാന സർക്കാരല്ല ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ അതേക്കുറിച്ച് ഒരു ഗ്രഹപാഠം നിങ്ങൾ ചെയ്തോളൂ. അതുകൊണ്ടാണ് ഇനി സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് അട്ടിമറിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന പോലീസ് ഇറങ്ങി പുറപ്പെട്ടത് നിങ്ങൾ വിചാരിക്കും. ഇവിടെ എന്തെല്ലാം തരത്തില് മിഡ് നൈറ്റ് ഹൈസ്റ്റ് നടന്നില്ലേ? കൊടകരയില് കുഴൽപ്പണത്തിന്റെ വേട്ട നടന്നില്ലേ? സ്വന്തം പാർട്ടിക്ക് ട്രക്കിന് വേണ്ടിയിട്ട് പണം കൊണ്ടുവന്ന് ആ ട്രക്കിലെ പണം അർദ്ധരാത്രിയിൽ അവർ തന്നെ കൊള്ളയടിച്ച സംഭവം ഉണ്ടായില്ലേ? ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എവിടെയായിരുന്നു? ആരുടെയെങ്കിലും എടുത്തൊരു പോയിട്ടുണ്ടോ? ഒരു പേരിന് പോയിട്ടുണ്ടോ? അതുകൊണ്ട് ഇതിലൊക്കെയുള്ള പക്ഷപാതിത്വവും രാഷ്ട്രീയവും മനസ്സിലാക്കാൻ കഴിയും. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചതിന്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് കേരളത്തിൽ ED ഉപയോഗിച്ച് നടപ്പിലാക്കാൻ നോക്കുന്നതെന്നും ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. ED പരിശോധനകൾ കാട്ടി പിണറായി വിജയനെ ഭയപ്പെടുത്താമെന്ന് ആരും കരുതേണ്ടെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭൂതകാലം ഓർമ്മിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഭീഷണി പിണറായി വിജയന് മുന്നിൽ വിലപ്പോകില്ലെന്ന് ബ്രിട്ടാസ് ഓർമ്മിപ്പിച്ചു. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ തീയിൽ കുരുത്ത് അഗ്നിപാതയിലൂടെ മുന്നേറിയ നേതാവാണ്. ഇതുപോലെയുള്ള ഒരുപാട് വേട്ടയാടലുകൾ കോൺഗ്രസും BJPക്കും മുൻപും അദ്ദേഹത്തിനെതിരെ ആസൂത്രിതമായി നടത്തിയിട്ടുണ്ട്. പിണറായി വിജയന്റെ രാഷ്ട്രീയ കരുത്ത് വ്യക്തമാക്കാൻ അടിയന്തരാവസ്ഥ കാലത്തെ ചരിത്രമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയനെ പോലീസ് മർദ്ദിച്ച് ഇഞ്ച പരുവത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ തളരാതെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മുൻപ് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പര്യവസാനം എന്തായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ CPMനെ നയിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ തകർക്കാൻ മുൻപും ഒരുപാട് കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ കോടതികളും ചവിട്ടുകൊറ്റയിലെറിഞ്ഞ ലാവൻ കേസിന്റെ ദൃഷ്ടാന്തം കൂടി അവസരത്തിൽ ഓർക്കണമെന്ന് ബ്രിട്ടാസ് വ്യക്തമാക്കി. എന്തിനാണ് ഇന്ത്യ ചേരിയുടെ നേതാവാണെന്ന് അഹങ്കരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത്? അതാണോ ഒരു പൊതുപ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ സദാചാരം, മര്യാദ എന്ന് പറയുന്നത്? അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞത്, ഈ ഒരു വേട്ടയാടലിനെ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ നേരിടും. EDക്കോ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിക്കോ ഇന്റർപോളിനോ FBI ക്കോ മൊസാദിനോ ഒക്കെ അന്വേഷിച്ചോട്ടെ. ഇനി ഇവര് 2019 മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എവിടെ എത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ SFIO എന്ന് പറഞ്ഞ ഒരു ഏജൻസി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി, ആ കേസ് ഡൽഹി ഹൈക്കോടതിയില്ല, അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത്?
ഇനി SFIO എന്നുള്ള ഏജൻസി എങ്ങനെയാണ് ഒരു അന്വേഷണത്തിലേക്ക് വരുന്നത്? SFIO വരുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒരു കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരി ഉടമകൾ തമ്മിലുള്ള തർക്കത്തിലാണ് സാധാരണഗതിയിൽ SFIO വരുന്നത്. അതുപോലെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള എല്ലാ ഏജൻസികളെയും ആയുധമായിട്ട് ഉപയോഗിച്ചു. കേന്ദ്ര ഏജൻസികളുടെ ആയുധവൽക്കരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അപഹാസ്യമായ തലത്തിലാണ്. പിണറായി വിജയൻ എന്നുള്ള വ്യക്തി ഇമാതിരി ഉമ്മാക്കിയിലും ഓലപ്പാമ്പിലൊന്നും ഭയപ്പെടുന്ന ഒരാളല്ല. കേരളത്തിലെ CPM ഇതുപോലുള്ള ഒരുപാട് അഗ്നിപാതകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ നേരിടും. അതിനുള്ള ഇച്ഛാശക്തിയുണ്ട്, ജനബന്ധനയുണ്ട്. ഈ അപഹാസ്യ നാടകം കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസും BJPയും കൂടി ഈ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കേജ്രിവാളിനെതിരെ ഉപയോഗിച്ച അതേ തന്ത്രം പിണറായി വിജയനെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നവർ നിരാശരാകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നടക്കുന്ന വേട്ടയാടലുകൾ CPMനെ തളർത്താനാണെങ്കിൽ അത് BJPയെയും കോൺഗ്രസിന്റെയും വെറും വ്യാമോഹം മാത്രമാണ്. എല്ലാ ഇച്ഛാശക്തികളോടെയും പിണറായി വിജയനും പാർട്ടിയും ഈ രാഷ്ട്രീയ വേട്ടയെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ജോൺ ബ്രിട്ടാസിന് പുറമെ CMRL എക്സോലോജിക് കേസിലെ ED റെയ്ഡിനെതിരെ കടുത്ത രാഷ്ട്രീയ പ്രത്യാക്രമണവുമായി പാർട്ടിയുടെ മുൻനിര നേതാക്കളും ഒന്നിനു പിറകെ ഒന്നായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ RSS ഏജന്റായി ചിത്രീകരിച്ചുകൊണ്ടാണ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. വിനായക് ദാമോദർദാസ് സവർക്കറും വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശനും തമ്മിൽ പേരിൽ മാത്രമല്ല സാമ്യമുള്ളതെന്ന് അദ്ദേഹം പരിഹസിച്ചു. പ്രവൃത്തിയിലും ഇവർ തമ്മിൽ വ്യത്യാസമില്ല. VD സതീശൻ BJPക്കും RSSനും വേണ്ടി പരസ്യമായി ഒത്താശ ചെയ്യുന്ന നേതാവാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏറെക്കാലമായി പിണറായി വിജയന്റെ കുടുംബത്തെ വെച്ച് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് അവർ നോക്കുന്നത്. മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കി പിണറായിയെ തകർക്കാനാണ് ED ശ്രമിക്കുന്നതെന്നും കള്ളക്കേസുകൾ കൊണ്ട് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്നും രാഗേഷ് വ്യക്തമാക്കി. ഈ റെയ്ഡ് പൂർണ്ണമായും BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നും MA റഹീം MPയും ആവർത്തിച്ചു. VD സതീശൻ ഡൽഹിയിൽ പോയി മടങ്ങി വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ റെയ്ഡ് നടക്കുന്നതെന്നത് ഗൂഢാലോചനയുടെ തെളിവാണ്. സംഘപരിവാറിന്റെ ഈ വേട്ടയാടലിന് കോൺഗ്രസ് പൂർണ്ണമായി കുടപിടിക്കുകയാണ്. എന്നാൽ ചോര കുടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഇത്തവണയും നിരാശരാകേണ്ടി വരുമെന്നും റഹീം മുന്നറിയിപ്പ് നൽകി. ഇതുകൊണ്ടൊന്നും ചെങ്കൊടി പ്രസ്ഥാനം തളരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സഖാവ് പിണറായി എന്ന സത്യം സൂര്യശോഭയോടെ ജ്വലിച്ചു തന്നെ നിൽക്കുമെന്നും ജനം അദ്ദേഹത്തിന് കാവലായി തെരുവിലുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണപക്ഷ നേതാക്കൾ ഒരേ സ്വരത്തിൽ ഈ റെയ്ഡിനെ രാഷ്ട്രീയ വേട്ടയാടലായി വിശേഷിപ്പിക്കുമ്പോൾ അണികൾ തെരുവിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. മാസപ്പടി കേസ് വരും ദിവസങ്ങളിൽ കേരളത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജോൺ ബ്രിട്ടാസ് MPയും AA റഹീമും വ്യക്തമാക്കിയതുപോലെ ഈ റെയ്ഡുകളെ വെറും സാമ്പത്തിക അന്വേഷണമായല്ല, മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ആസൂത്രിത നീക്കമായിട്ടാണ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പാർട്ടി അണികളെ പൂർണ്ണമായി തെരുവിൽ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ ജനകീയ പ്രതിരോധത്തിനാകും CPIM നേതൃത്വം നൽകുക. VD സതീശൻ മോദിയെ കണ്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് റെയ്ഡ് നടന്നതെന്ന P ജയരാജന്റെ ഗ്രാൻഡ് ഡിസൈൻ ആരോപണം വരും ദിവസങ്ങളിൽ UDFനെ പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷം വലിയ ആയുധമാക്കും. കോൺഗ്രസ് സംഘപരിവാറിന് കുടപിടിക്കുന്നുവെന്ന പ്രചാരണം ശക്തമാക്കാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. പോര് തെരുവിൽ കത്തുമ്പോഴും ED സംഘം മുഖ്യമന്ത്രിയുടെ വസതികളിൽ നിന്നും എക്സാലോജിക് ഓഫീസുകളിൽ നിന്നും എന്തെല്ലാം ഡിജിറ്റൽ തെളിവുകളും രേഖകളും പിടിച്ചെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ നിയമപരമായ ഭാവി. കേന്ദ്ര ഏജൻസികളുടെ ഈ മിന്നൽ നീക്കം കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത വലിയൊരു ഭരണ പ്രതിപക്ഷ യുദ്ധത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്.